ഹായ് ഫ്രണ്ട്സ്, ചുള്ളീസ് വീഡിയോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് പാവയ്ക്ക കൊണ്ടാട്ടം വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ്. വളരെ സ്വാദുള്ള ഒരു അച്ചാറാണിത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇല്ലാതെ വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാം. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. 2 മീഡിയം സൈസ് പാവയ്ക്ക അരിഞ്ഞ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഉണക്കി ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൊണ്ടാട്ടമാണ് ഇത്. ഒരു ദിവസത്തെ ഉണക്കി ഇതിനുള്ളൂ. ആദ്യം തന്നെ നമുക്ക് ഈ കൊണ്ടാട്ടം എണ്ണയിലിട്ടൊന്ന് വറുത്ത് വെക്കാം. ഇനി ഇതിലേക്കായി 4 പച്ചമുളക്, 10 വെളുത്തുള്ളി അല്ലി, 2 ചെറിയുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇതെല്ലാം കൂടെ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനായി പാനിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ച കൂട്ട് ചേർത്ത് വഴറ്റിയെടുക്കാം. മുളകൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്യണം. ഇതൊന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊണ്ടാട്ടം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ. കൊണ്ടാട്ടത്തിന് ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് കുറച്ച് ഉപ്പ് മതി. ഇനി ഇതിലേക്ക് അല്പം കായവും ഉലുവയും കൂടി പൊടിച്ച് ചേർക്കാം. ഒരു നുള്ളു ഉലുവ ഞാൻ ചേർക്കണുള്ളൂ കേട്ടോ, കാരണം ഓൾറെഡി പാവയ്ക്കയ്ക്ക് കയ്പ്പായതുകൊണ്ട് ഒരു ഇത്തിരി ഉലുവ ചേർത്താൽ മതി. ഇനി ഇതൊന്ന് വഴറ്റിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് വിനാഗിരിയാണ് ചേർക്കേണ്ടത്. ഇതൊന്ന് തണുത്തിട്ട് വേണം വിനാഗിരി ചേർക്കാനായിട്ട്. നമ്മുടെ അച്ചാർ തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. പുളി കൂടുതൽ വേണമെങ്കിൽ കുറച്ചധികം ചേർക്കാം കേട്ടോ, ഞാനിപ്പോൾ ഇത്രേ ചേർക്കണുള്ളൂ. പിന്നെ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി പഞ്ചസാര കൂടെ ചേർക്കാം. ആ കയ്പ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണമെങ്കിൽ ചേർക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പം നമ്മുടെ പാവയ്ക്ക കൊണ്ടാട്ടം അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഇൻസ്റ്റൻറ്റ് അച്ചാറാണ്. ഒരു 2 ആഴ്ച കൊണ്ടൊക്കെ ഉപയോഗിച്ച് തീർക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പി എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്